നമസ്കാരം. ഇന്നലെ ഡിസംബർ 25 പകൽ നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യധാരാ മാധ്യമങ്ങളും അതിൽ ചില പ്രമുഖരും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രമുഖരായ ചിലരും കൂടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ മേയർ ആരായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു തീരുമാനം അങ്ങെടുത്ത് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനെ അറിയിച്ചു. പക്ഷേ അവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് അവർ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയെ അല്ല വൈകുന്നേരമായപ്പോഴത്തേക്ക് BJP മേയറായിട്ടും ഡെപ്യൂട്ടി മേയറായിട്ടും പ്രഖ്യാപിച്ചത്. വൈകുന്നേരമായപ്പോഴത്തേക്ക് BJP സംസ്ഥാന പ്രസിഡൻറ്റും ഒക്കെ കൂടി അംഗീകരിച്ചൊരു പേരുകൾ പുറത്തു വന്നപ്പോൾ മേയറായിട്ട് ശ്രീ VV രാജേഷും ഡെപ്യൂട്ടി മേയറായിട്ട് ശ്രീമതി ആശാനാഥും ആണ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. ഇന്ന് തിരഞ്ഞെടുപ്പ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അവർ തന്നെയായിരിക്കും തിരുവനന്തപുരം നഗരസഭയുടെ മേയറും ഡെപ്യൂട്ടി മേയറും. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഈ മാധ്യമങ്ങൾ തിരഞ്ഞെടുത്തൊരു ആളെ ഒഴിവാക്കുക എന്ന് പറയുന്നത് അവർക്ക് സഹിക്കാൻ സാധിക്കില്ലല്ലോ. കാരണം അവർ വളരെ കൃത്യതയോടും തീർച്ചയോടും കൂടിയാണ് പറഞ്ഞത്. ഇന്നയാളാണ് BJPയുടെ തിരുവനന്തപുരം മേയർ, ഒരു സംശയം വേണ്ട, മറ്റൊരാളുടെ പേരും പരിഗണനയിലില്ല. അത്രത്തോളം വിശ്വാസയോഗ്യമായിട്ടും ഉറപ്പോടും കൂടിയാണ് അവർ ഈ വാർത്ത ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചത്. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഈ സ്ഥിതിഗതികൾ ആകെ മാറി. കാരണം ഞങ്ങൾ പറഞ്ഞൊരാളെ വെട്ടിയിട്ട് ഇവരിത് ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നുള്ളൊരു മനോവേദനയിൽ അവരുടെ ഹൃദയം തകർന്നു പോയി എന്നാണ് അറിയുവാൻ കഴിയുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങളുടെ ആണെങ്കിലും സാമൂഹ്യ മാധ്യമ പ്രമുഖന്മാരുടെ ആണെങ്കിലും. അപ്പോൾ അതിനുശേഷം അവർ ചെയ്തത് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഈ നമ്മൾ പറഞ്ഞത് നടന്നില്ല എന്നുള്ള വസ്തുത ജനങ്ങൾക്ക് മുമ്പിൽ നാണം കെടാതെ ഒന്ന് അവതരിപ്പിക്കണമല്ലോ. അതുകൊണ്ട് അവരിപ്പോൾ പുതിയതായിട്ട് അവലംബിക്കുന്ന മാർഗമെന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞ ആൾ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി, പക്ഷേ ഈ പറയുന്ന പോലെ ചില സമ്മർദ്ദങ്ങൾ കാരണം BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും അത് തന്നെയായിരുന്നു താല്പര്യം. ഞങ്ങൾ പറഞ്ഞ ആൾ തന്നെ മതി എന്നായിരുന്നു അദ്ദേഹവും നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ചില സമ്മർദ്ദങ്ങൾ കാരണം അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു. ആ രീതിയിലുള്ള വാർത്തകൾ കൊടുത്തു തുടങ്ങി. തന്നെയുമല്ല, രാജീവ് ചന്ദ്രശേഖരന് തിരിച്ചടിയേറ്റു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു അബദ്ധം അവർക്കെല്ലാം സംഭവിച്ചു. ഇവരെല്ലാം ഐകകണ്ഠേന പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ഡെപ്യൂട്ടി മേയറായിട്ട് ആശാനാഥിനെ BJP കേന്ദ്ര നേതൃത്വം നിശ്ചയിച്ചത് ചില പ്രത്യേക പദ്ധതികൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ചില പ്രത്യേക ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് എന്നുള്ളൊരു വാർത്തയും കൂടി കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും കൂടി അങ്ങ് കൂട്ടിയിടിയായി. കാരണം പരസ്പര വിരുദ്ധമായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ BJP കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എപ്പോഴും BJP കേന്ദ്ര നേതൃത്വത്തിന് വഴങ്ങേണ്ട ഒരാളാണല്ലോ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ. എന്നാൽ രാജീവ് ചന്ദ്രശേഖരന് തിരിച്ചടിയേറ്റെന്ന് പറയുകയും വേണം. അവിടെ ഒരു വൈരുദ്ധ്യമുണ്ടായി. അത് പോട്ടെ. അടുത്തത് ഈ വിഷമം സഹിക്കാൻ വയ്യാതെ ഈ വിഷമം ഒരു രോഷവും ആമർഷവും ഒക്കെ ആയിട്ട് മാറിയിട്ട് ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ BJPയുടെ ചില കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലല്ല കേട്ടോ, പ്രത്യേക ദൈവങ്ങളുടെ പേരെടുത്തിട്ടാണ്. അയ്യപ്പൻ്റെയോ ശ്രീ പരമേശ്വരൻ്റെയോ ശ്രീകൃഷ്ണൻ്റെയോ ഒക്കെ ആവാം. ചില പ്രത്യേക ദൈവങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ്. അത് ചിലപ്പോൾ ഭരണഘടനാ വിരുദ്ധമാകാനുള്ള സാധ്യതയുണ്ട്. CPM വേണമെങ്കിൽ ഒന്ന് പരാതി കൊടുത്തോളൂ എന്നുള്ള രീതിയിൽ അവർ പോകുന്നു എന്നാണ് പല കോണുകളിൽ നിന്നും ആക്ഷേപം ഉയരുന്നത്. അത്തരത്തിലുള്ള ഇതൊക്കെ ഫലപ്രദമാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് അവർക്കും അറിയാം. എന്നാലും അവർക്ക് കിട്ടിയൊരു തിരിച്ചടി, അവർ പറഞ്ഞ സ്ഥാനാർത്ഥിയെ പരിഗണിച്ചതുപോലും ഇല്ല എന്നുള്ളത്. ആ സ്ഥാനാർത്ഥിക്ക് യോഗ്യത ഉണ്ടെന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്. വളരെ ഏറെ യോഗ്യതകളുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ മാധ്യമങ്ങളുടെ തീരുമാനമല്ല BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെയും കേന്ദ്ര നേതൃത്വത്തിൻ്റെയും എന്നുള്ളതും BJP സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും എന്താണ് തീരുമാനിക്കുന്നത്, അവരെന്താണ് പദ്ധതി ഇടുന്നത് എന്നുള്ളത് മാധ്യമങ്ങൾ, അത് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും, ഒരു കാലത്തും ഔദ്യോഗികമായ അറിയിപ്പ് വരുന്നത് വരെ അവർക്ക് അറിയുവാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളതിൻ്റെയും ഒരു തെളിവാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ഡെപ്യൂട്ടി മേയർ പ്രഖ്യാപനം. ഇനി ഡെപ്യൂട്ടി മേയറുടെ കാര്യത്തിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വൈരുദ്ധ്യം അവരുടെ വാർത്തകളിൽ തന്നെ വൈകുന്നേരമായപ്പോഴത്തേക്ക് ഇതിനെ ഒരു മറികടക്കാനായിട്ട് അവർ ചെയ്ത കാര്യങ്ങളിലൊരു വൈരുദ്ധ്യമുണ്ടായിരുന്നു. അതിൽ ആ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥിനെ സംബന്ധിച്ചാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവർ പറയുന്നത് ആശാനാഥിനെ ഡെപ്യൂട്ടി മേയറായിട്ട് തിരഞ്ഞെടുത്തത് ഒരു ജാതി നോക്കിയാണ്, ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ടാണ്. അതിനെ വെച്ചിട്ട് ആ ജാതി വിഭാഗത്തിൻ്റെ വോട്ട് ഏകീകരിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്
ഇതിലും രസകരമായിട്ടുള്ളൊരു കാര്യം, അതവരെന്തോ പറഞ്ഞോട്ടെ, രസകരമായിട്ടുള്ളൊരു കാര്യം ബി ജെ പിക്കാർ ചോദിക്കുന്നത്, ഞങ്ങൾ ഇന്നേ വരെ ശ്രീമതി ആശാനാഥാവട്ടെ, ബി ജെ പി നേതൃത്വമാകട്ടെ, ബി ജെ പി പ്രവർത്തകരാകട്ടെ, ഏറ്റവും താഴേക്കിടയിലുള്ള പ്രവർത്തകരാകട്ടെ, ഇന്നേ വരെ ശ്രീമതി ആശാനാഥിൻ്റെ ജാതി പറയുകയോ അല്ലെങ്കിൽ ഇന്ന ജാതിക്കാരിയാണ് ശ്രീമതി ആശാനാഥെന്ന് പൊതുജനങ്ങളെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. ഇതിൽ ഈ ജാതി തിരിച്ചുള്ള കളികൾ ആരാണ് കളിക്കുന്നതെന്ന് ജനങ്ങളുടെ മുമ്പിൽ ഇക്കാരണം കൊണ്ട് വെളിപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് ബി ജെ പി പ്രവർത്തകർ പറയുന്നത്. കാരണം ശ്രീമതി ആശാനാഥോ അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളോ സാധാരണ അണികളോ ഒരിക്കൽ പോലും ഈ ഒരു ജാതി പറഞ്ഞ് ഇന്ന ജാതിയിൽ നിന്നാണ് ഇന്നയാൾ മത്സരിക്കുന്നത് എന്നൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല. പറയുന്നത് ഈ മാധ്യമങ്ങളാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ബി ജെ പി നേതൃത്വവും അണികളും പറയുന്നത്. ഇപ്പോൾ എന്തായാലും വി വി രാജേഷിനും ശ്രീമതി ആശാനാഥിനും അഭിനന്ദനങ്ങൾ. നമസ്കാരം.